വേറിട്ടൊരു ക്രിസ്മസ് ആഘോഷം ഒരുക്കിയിരിക്കുകയാണ് കൊട്ടാരക്കര കിഴക്കേതെരുവ് സെന്റ് മേരീസ് സ്കൂൾ. ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം ആശ്രയിലെ അന്തേവാസികൾക്കൊപ്പം ആഘോഷിക്കാനായിരുന്നു സെന്റ് മേരീസ് സ്കൂളിന്റെ തീരുമാനം. SP സാബു മാത്യു IPS ആണ് ആശ്രയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം സ്കൂൾ അധികൃതർക്കും വിദ്യാർത്ഥികൾക്കും ആശ്രയിലെ അന്തേവാസികൾക്കുമൊപ്പം കേക്ക് മുറിച്ചാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. പ്രണവാചന ചെയ്യുന്നു പ്രഭാതവേളയിൽ പ്രപഞ്ചത്തിൻ നാഥന് പ്രണവാചന ചെയ്യുന്നു പ്രമോദമോടാം തിരുസന്നിധിയിൽ പ്രാർത്ഥന പുഷ്പങ്ങളേകുന്നു പ്രഭാതവേളയിൽ പ്രപഞ്ചത്തിൻ നാഥന് പ്രണവാചന ചെയ്യുന്നു മണ്ണിരൽ സ്നേഹത്തിൻ മാർഗം തെളിക്കുവാൻ മാനവരൂപം പൂകിയോനേ മണ്ണിരൽ സ്നേഹത്തിൻ മാർഗം തെളിക്കുവാൻ മാനവരൂപം പൂകിയോനേ മക്കളാം ഞങ്ങളെ പാവന സ്നേഹത്തിൽ മുന്നേറുവാൻ തുണയേകിടണേ മക്കളാം ഞങ്ങളെ പാവന സ്നേഹത്തിൽ മുന്നേറുവാൻ തുണയേകിടണേ. സമൂഹത്തിലെ പാവപ്പെട്ടവര് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാമും നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഓണം നമ്മൾ ആഘോഷിച്ചത് പ്ലാപ്പള്ളി നിവാസികളോടൊപ്പമായിരുന്നു. അവിടെ നമ്മൾ ഏകദേശം സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള 50ഓളം പേർക്ക് ഓണ സമ്മാനം നൽകിക്കൊണ്ടാണ് നമ്മുടെ ഓണം ആഘോഷിച്ചത്. അതുപോലെ ക്രിസ്മസിനെ പറ്റി ചിന്തിച്ചപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാപനം അത് ആശ്രയ സങ്കേതമാണ് എന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലും ലോകമെമ്പാടും പാവപ്പെട്ട മനുഷ്യരെ, കൈത്താങ്ങ് ഇല്ലാതിരിക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി 1994 ജോസാറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സംരംഭം ഇന്ന് 1000-ൽ പരം അന്തേവാസികളുണ്ട്. പുതുവർഷ ആശംസകളും ഈ സങ്കേതത്തിലെ ആശ്രയയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഞങ്ങൾ നേരുകയാണ്. അതുപോലെ തന്നെ തുടർന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ജോസഫ് ചാൻ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഞങ്ങളോട് കരുതുന്ന, ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞങ്ങൾ ഈ തരുണത്തിൽ നന്ദി പറയുന്നു. ക്രിസ്മസിന്റെ ഒരു ആശംസ, ക്രിസ്മസിന്റെ ന്യൂ ഇയറിന്റെ ആശംസ എല്ലാവർക്കും ഞാൻ നേരുന്നു. ക്രിസ്മസിന്റെ ആദ്യത്തെ ഒരു മീറ്റിംഗ് ആണ് ഞാൻ പങ്കെടുക്കുന്നത്. സെന്റ് മേരീസ് സ്കൂളിലെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ ക്രിസ്മസിന്റെ ആ ഒരു ആഘോഷം കലയപുരത്ത് വെച്ച് നടത്തുന്നു എന്ന് എന്നോടൊന്ന് പറഞ്ഞപ്പോൾ, എന്നെ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. നമുക്കറിയാം, ഇത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല മാതൃകയാണ്. കുട്ടികൾക്കും സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു മാതൃകയാണ്. പരസ്പര സ്നേഹവും സഹകരണവും, അതാണ് നമ്മുടെ ലോകത്തുള്ള ഒരുമാതിരി എല്ലാ മതങ്ങളും പറയുന്ന അടിസ്ഥാന തത്വം. മതങ്ങൾ മാത്രമല്ല, രാഷ്ട്രം, എല്ലാ രാഷ്ട്രത്തിലുള്ള ഭരണഘടന പറയുന്ന ഒരു അടിസ്ഥാന തത്വം അതാണ്. അതിൽ കൂടെ ഉന്നമനം. നമുക്കറിയാം, നമ്മൾ ഈ പുറകിലോട്ട് എഴുതി വെച്ചിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ ഒരു വചനം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. കഴിഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യം ആണ് ഇന്നും പല ഭരണഘടനയിലും പറയുന്ന കാര്യങ്ങളും പല മതങ്ങളും പറയുന്ന കാര്യങ്ങളും. എന്നാൽ
ആരുടെയും ചെവിയിലെത്താത്തൊരു കാര്യം. ഇവിടെ സ്വാഗതം പറഞ്ഞ ഹെഡ് മാസ്റ്റർ പറഞ്ഞിരുന്നു, കലയപുരം സങ്കേതം 1996 ആരംഭിച്ചു എന്നും 2000 ഞാനിവിടെ വന്നിട്ടുണ്ട്. 2000 വരുമ്പോൾ കുറച്ച് ആൾക്കാരുമുള്ള ചെറിയ സംവിധാനങ്ങളുള്ള ഒരു സങ്കേതമായിരുന്നു ഇത്. ഇന്ന് 1000-ഓളം പേര് ഉൾക്കൊള്ളുന്ന അന്തേവാസി ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറി. എല്ലാ മനുഷ്യർക്കും ഇടമുള്ളിടത്തും മനുഷ്യരോടൊപ്പം ദൈവം ഇറങ്ങി വന്ന വസിക്കുകയും ചെയ്യുന്ന ഇടമാണ് സന്മനസ്സും സന്തോഷവും ഉണ്ടാക്കി തരുന്ന ഇടം. കുറവുകളുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ, വൈകല്യമുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ, ദരിദ്ര സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെയാണ് മനുഷ്യന്റെ ഔന്നത്യം വെളിപ്പെടുന്നത്. മനുഷ്യ ഹൃദയങ്ങളിൽ യേശു ജനിക്കുന്നത് അപ്പോഴാണ്. ക്ലാസ് മുറികൾക്കുള്ളിൽ പഠിക്കുന്ന പാഠഭാഗങ്ങൾക്ക് നന്മയുടെ ഒരു രൂപമുണ്ടെന്നും അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണമെന്നും ഈ തലമുറയിലെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുവാനും നിരന്തരം അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഈ നന്മയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് എന്നിലും നിങ്ങളിലുമുള്ള 6ാമത്തെ ഇന്ദ്രിയം തുറന്ന് ക്രിസ്തുവിനെ കാണുന്നതിനുമാണ് നമ്മൾ ഈ സങ്കേതത്തെ സമീപിച്ചത്. പ്രിൻസിപ്പൽ പദവിയിലേക്ക് അദ്ദേഹത്തെ ദൈവം ഉയർത്തി. അപ്പോൾ ആശ്രയ പ്രസ്ഥാനത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും പ്രതീകമായി ആശ്രയ പ്രസ്ഥാനത്തിന് വേണ്ടി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായ പ്രിയ ജോണി സാറിനെ പൊന്നാട അണിയിക്കുന്നു. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ കാത്തിരുന്നു ദൈവനാദം കേട്ടു ആമോദന. സെൻറ് മേരീസിലാണ് എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടെയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മയിൽ ചോർച്ച പറ്റാതെ, അവർക്ക് കരിക്കുലത്തിൽ ഒതുങ്ങി നിൽക്കാതെ അവരുടെ മനുഷ്യത്വവും സ്നേഹവും നന്മയൊക്കെ പരിശീലിപ്പിച്ച് ഒരു സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രേഷ്ഠമായ ഒരു പാത ഒരുക്കുന്ന ഒരു മഹാവിദ്യാലയമാണ് സെൻറ് മേരീസ് എന്ന് പറയുമ്പോൾ അതിൽ അല്പം പോലും അതിശയോക്തിയില്ല. ഇന്ന് സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും ഹൈസ്കൂളിൻ്റെയും നേതൃത്വത്തിൽ സമൂഹത്തിലെ തിരസ്കൃതരും അനാഥരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ മക്കളെ നേരിട്ട് കാണുവാൻ, ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി അവരുടെ മുമ്പാകെ അവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുവാൻ മുൻകൈയെടുത്ത സ്കൂളിനോടും അതിൻ്റെ സംഘാടകരോടും മാനേജ്മെൻറ്റിനോടും അധ്യാപക ശ്രേഷ്ഠരോടും വിദ്യാർത്ഥിനി സുഹൃത്തുക്കളോടുമുള്ള ഞങ്ങളുടെ
സ്നേഹത്തിന്, കടപ്പാടിന് അതിന് അതിരുകളില്ല. ഇവിടെ താമസിക്കുന്ന നമ്മുടെ അച്ഛന്മാരെയും അമ്മമാരെയും കൂടപ്പിറപ്പുകളെയും ഒക്കെ നേരിട്ട് കാണുന്നതിനും അവർക്ക് നിങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനുമായി കുഞ്ഞുങ്ങളുടെയൊക്കെ ജന്മദിനം വരുമ്പോൾ നിങ്ങളുടെ പേരൻസിനെ കൂട്ടി നിങ്ങൾ വരണം. ഇവിടെ വരുന്നതിന് ഒന്നും കൊണ്ടുവരണമെന്നല്ല, ഇവിടെ വരുന്നതിന് പൈസയും വേണ്ട, ഒന്നും കൊണ്ടുവരണ്ട. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിച്ച് ചെറുതായ കൊച്ചായിരുന്നപ്പോൾ വാങ്ങിയ ചുരിദാറുണ്ടെങ്കിൽ കൊണ്ടുവരിക. നിങ്ങൾക്ക് ശരീരത്തിന് പാകമല്ലാത്തത്, നിറങ്ങം മങ്ങിപ്പോയ തുണിയുണ്ടെങ്കിൽ കൊണ്ടുവരിക. ഒരു ബട്ടൺസോ ഹുക്കോ ഒറ്റോ പറഞ്ഞു പോയി എന്നുള്ളതും കാര്യമാക്കേണ്ടതില്ല. അത് ഞങ്ങൾ ഇവിടുത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഉപയോഗപ്പെടുത്തിക്കൊള്ളു.